താലി ഭാഗം 26. ഹലോ, എന്നെ എപ്പോഴാ കാണാൻ വരുന്നേ? കാന്താരി നീയായിരുന്നോ? ഇത് ഏത് നമ്പറാ? ഇത് അമ്മയുടെ നമ്പരാ. അപ്പോ അമ്മായി വഴക്ക് പറയില്ലേ? അറിയില്ല. എന്നെ എപ്പോഴാ കാണാൻ വരുന്നത്? അത് പറ. 2 ദിവസത്തിനകത്ത് വെച്ച് മോളെ വന്ന് കാണാം. ഇന്നും കൂടെ നമ്മൾ കണ്ടതല്ലേ ഉള്ളൂ, പിന്നെന്താ? അതിനൊന്നും നമ്മൾ സംസാരിച്ചില്ലല്ലോ. നമുക്ക് ഉടനെ തന്നെ കാണാം. ഇപ്പൊ കുറച്ച് തിരക്കിലാണ്. ഞാൻ പിന്നീട് അങ്ങോട്ട് വിളിച്ചാൽ മതിയോ? ഓക്കെ ബൈ. ചക്കര ഉമ്മ. ഓക്കെ ബൈ. ശിവയെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു നന്ദുവും പീറ്ററും. ശിവ ഫോൺ വെച്ച് അവരുടെ മുഖത്തേക്ക് നോക്കി. നിങ്ങളെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? നിന്നിലെ മാറ്റങ്ങൾ നോക്കി കാണുകയായിരുന്നു അളിയാ. എനിക്കെന്ത് മാറ്റം? ഇതൊക്കെ തന്നെ, ഈ സ്നേഹമായിട്ട് സംസാരിക്കുന്നതൊക്കെ. പാറുമോളായിരുന്നടാ. അതിന് ഞങ്ങൾ ആരാണെന്ന് ചോദിച്ചില്ലല്ലോ. നിന്റെ ഒന്നും മനസ്സിൽ ഒരു സംശയം വരരുത്. അതിനുവേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ പാറുമോളുടെ കാര്യം പറഞ്ഞത്. നന്ദ, നിന്റെ ഇപ്പോഴത്തെ പരിപാടി എന്താ? അച്ഛൻ്റെ കൂടെ ബിസിനസ്സിൽ അങ്ങ് കൂടി. കല്യാണം ഉടനെ തന്നെ കാണുമോടാ? പീറ്റർ നന്ദനോടായി ചോദിച്ചു. സമയമുണ്ടല്ലോ, അതൊക്കെ വിട്ടേരെ. 2-3 വർഷങ്ങൾക്ക് ശേഷം ഒത്തുകൂടിയതല്ലേ, അപ്പോൾ അതൊന്ന് ആഘോഷിക്കണ്ടേ? സോറിടാ, ഞാനില്ല, നിങ്ങൾ കഴിച്ചോ. നിനക്ക് എന്തു പറ്റി ശിവ? പെട്ടെന്ന് നന്നാകാൻ തീരുമാനിച്ചോ നീ? വേണമെങ്കിൽ അങ്ങനെയും പറയാം നന്ദ. എന്താടാ, എന്നേക്കുമായി നിർത്തിയതാണോ? മദ്യപിച്ച് ലെക്ക് കിട്ടുകഴിഞ്ഞാൽ ഞാൻ പോലും മറന്ന കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ വരുമെടാ. അതെന്തായാലും നന്നായി. നീ അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞു. അതുകൊണ്ടാണല്ലോ നീ ഇപ്പോൾ ഇങ്ങനെ മാറിയത്. പീറ്റർ ആയിരുന്നു അത് പറഞ്ഞത്. എടാ, നിന്നെ ഈ ഓർമ്മകളൊക്കെ വേട്ടയാടാൻ തുടങ്ങിയത് എങ്ങനെയാണ്? വേറെ ഒന്നും കൊണ്ടല്ല, അറിയാനൊരാഗ്രഹം കൊണ്ട് ചോദിച്ചു പോയതാ. ശിവ നന്ദനെ ഒന്ന് നോക്കി. കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. ഞാൻ അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും 2 പെൺകുട്ടികളുടെ ലൈഫല്ലേ ഞാൻ നശിപ്പിച്ചത്. ഒരാൾ ഇന്നും ഒന്നും അറിയാതെ ജീവിക്കുന്നു, മറ്റൊരാൾ ഇന്ന് ജീവനോടെ ഇല്ല. ശിവ, നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതല്ല. ആക്സിഡന്റ് സമയത്ത് എന്ന് പറയുമ്പോൾ നിന്റെ അമ്മാവന്റെ ആൾക്കാർ വന്ന് മർദ്ദിച്ചതിന്റെ കാര്യമാണോ നീ പറയുന്നത്? അതേടാ, അത് തന്നെ. ഒരിക്കൽ നീ വീട്ടിൽ വന്നപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേറ്റത് ഓർമ്മയുണ്ടോ? ഉണ്ട്. അന്ന് നീ പറഞ്ഞത് നിനക്ക് എന്താ കണ്ടതെന്ന് വ്യക്തമായില്ല എന്നാണല്ലോ. പോകെ പോകെ മദ്യം തലയ്ക്ക് പിടിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലോട്ട് ആദ്യം കടന്നു വരുന്നത് ആ സംഭവങ്ങളാണ്. അത് വ്യക്തമായി കാണാൻ തുടങ്ങി. എന്നാൽ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് തീരുമാനിച്ചാണ് ഗായത്രിയുടെ അടുത്തേക്ക് ചെന്നത്. എന്നിട്ട് നീ ഇതിനെക്കുറിച്ച് വല്ലതും സംസാരിച്ചോ അവളോട്? ഇല്ലടാ, അന്ന് ഞങ്ങൾ തമ്മിൽ സംസാരമുണ്ടായിരുന്നു. സംസാരത്തിൽ കൂടുതൽ അവൾ പറഞ്ഞത് പാറുവിനെ കുറിച്ചാണ്. ഇനി അവരുടെ ലൈഫിൽ ഒരു കരടാകാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് അന്ന് ഞാൻ അവിടെ നിന്നും ഇറങ്ങിയത്. ജോബിൽ തിരിച്ചു കയറാൻ ഞാൻ തീരുമാനമെടുത്തതും. നിന്റെ മനസ്സിനെ ഇനിയും ഞങ്ങൾ ഓരോന്ന് പറഞ്ഞു വിഷമിപ്പിക്കുന്നില്ല. അവർ അവിടെ ഇരുന്ന് ഏറെ നേരം സംസാരിച്ചു കഴിഞ്ഞാണ് 3 പേരും പിരിഞ്ഞതും. ശിവയുടെ ഫാമിലിയും തൻ്റെ ഫാമിലിയും എങ്ങനെയാണ് ശത്രുക്കളായതെന്ന് അവളുടെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരുന്നു. എന്നാൽ തക്ക സമയത്ത് തന്നെയായിരുന്നു ഗോപിക വന്ന് എരുതിയിൽ എണ്ണ കോരി ഒഴിച്ച പോലുള്ള അവളുടെ സംസാരം കേട്ടപ്പോൾ തന്നെ ഗായത്രി മനസ്സിൽ ഉറപ്പിച്ചു, ഇതിനെക്കുറിച്ച് അമ്മയോടെല്ലാം ചോദിച്ചറിയണമെന്ന്. ഗായത്രി പാറുവിനെ റൂമിൽ കിടത്തി ലക്ഷ്മിയോട് സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചു. അമ്മ ബിസിയാണോ? ഇല്ല മോളെ, പറഞ്ഞോ. ശിവ ശരിക്കും ആരാ? ഇപ്പം എന്തു പറ്റി? അവനെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നു. അമ്മ, ഞാൻ ചോദിച്ചതിന് പറ. ശിവ ശരിക്കും ആരാ? അവൻ ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഏട്ടൻ്റെ മോൻ. അമ്മ തമാശ കള, ഞാൻ സീരിയസ് ആയിട്ടാ ചോദിച്ചേ. നീ ഇപ്പോൾ ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കുന്നത്? അതെങ്ങനെയാ അമ്മ വേണ്ടാത്ത കാര്യങ്ങളാകുന്നത്? ഒന്നുമില്ലെങ്കിലും അവൻ ഈ ചരടെന്ന് പറയുന്നത് സാധനം എൻ്റെ കഴുത്തിൽ കിട്ടിയതാണ്. അതറിയാനുള്ള അധികാരം എനിക്കില്ലേ? എൻ്റെ ഓർമ്മ പോയ സമയത്ത് ഇവിടെ എന്തൊക്കെയാ ഉണ്ടായത്? നിനക്ക് എന്താ അറിയേണ്ടത്? ശിവ എന്ന് പറയുന്ന വ്യക്തി ആരാണെന്നും അയാൾക്ക് എന്ത് സംഭവിച്ചെന്നും അയാൾ എങ്ങനെ ഒരു പോലീസുകാരനായി, അത് നിമിഷ നേരം കൊണ്ട്? അവൻ പിന്നെയും ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തോ? അപ്പോൾ മുമ്പ് IPS ഓഫീസർ ആയിരുന്നോ? നീ എല്ലാം അറിയേണ്ട സമയമായിരിക്കുന്നു. 3 വർഷം മുമ്പ് ഒരു പോലീസുകാരനായിരുന്നു അവൻ. അവന് നീയുമായിട്ടുള്ള കല്യാണം ആ സമയത്തായിരുന്നു ഞങ്ങൾ ഉറപ്പിച്ചത്. എന്നാൽ അതിനവൻ ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. അവന് വേറൊരു കുട്ടിയെ ഇഷ്ടമായിരുന്നു. അതൊക്കെ എനിക്കറിയാവുന്ന കാര്യമാണ്. ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് അവരും നമ്മളും ഇത്രയും വലിയ ശത്രുക്കളായി മാറിയെന്നുള്ള കാര്യമാണ്. അതുതന്നെയാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ നിന്റെ അച്ഛൻ്റെ മനസ്സിൽ ഒരു കരടായി കിടന്നു.
രാജീവേട്ടൻ ആ പെൺകുട്ടിയെ കണ്ട് ഈ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറണമെന്നും തന്റെ മരുമോനാക്കാനാണ് തനിക്ക് താല്പര്യമെന്നും ഏട്ടൻ ആ കുട്ടിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഈ സമയം ശിവ കോയമ്പത്തൂരിൽ ഡ്യൂട്ടിക്ക് കയറിയിരിക്കുന്ന സമയമായിരുന്നു. ആദ്യത്തെ 6 മാസം അവൻ അവിടെയായിരുന്നു. ഏട്ടൻ അങ്ങനെ സംസാരിച്ചെന്ന് കരുതി ആ കുട്ടി കയ്യബദ്ധമൊന്നും കാണിക്കില്ല എന്നായിരുന്നു ഏട്ടന്റെ വിശ്വാസം. എന്നാൽ വളരെ വൈകിയാണെങ്കിലും നിന്റെ അച്ഛനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും അവൻ മനസ്സിലാക്കി. ഏട്ടൻ അന്ന് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ആ കുട്ടി സൂയിസൈഡ് ചെയ്തതെന്നാണ് അവൻ പറയുന്നത്. അതുകൊണ്ടാണ് അവർ ശത്രുക്കളായി മാറിയത്. ഇത് ഞാൻ വിശ്വസിക്കണമെന്നാണോ അമ്മ പറയുന്നത്? നിനക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഇതാണ് നടന്നത്. ഇതിൽ കുറച്ചൊക്കെ കാര്യങ്ങൾ എനിക്കറിയാവുന്നതാണ്. എനിക്കറിയേണ്ടത് എൻ്റെ ഓർമ്മയിലില്ലാത്ത സമയത്തുള്ള കാര്യമാണ്. അമ്മ പറഞ്ഞതിൽ ഒരു സത്യമില്ലെന്ന് അമ്മയ്ക്കും അറിയാം, എനിക്കും അറിയാം. സത്യം ഒരു നാൾ മറനീക്കി പുറത്തു വരും. അന്ന് ചിലപ്പോൾ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. ഇപ്പോൾ എന്നോട് പറഞ്ഞ ഈ കെട്ടുകഥയൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. എൻ്റെ അച്ഛൻ എങ്ങനെ ഒന്നും ചെയ്യില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത്രയും പറഞ്ഞ് അവൾ റൂമിലേക്ക് പോയി. നീ പറഞ്ഞത് സത്യമാണ്. സത്യം ഒരു നാൾ മറനീക്കി പുറത്തു വരും. അന്ന് ദുഃഖിക്കുന്നത് ഞാനല്ലെന്നും മാത്രം. അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാനാണ് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. ഇനിയെങ്കിലും നീ ശിവയുമായി ഒരു ജീവിതം തുടങ്ങുന്നെങ്കിൽ തുടങ്ങട്ടെന്ന് കരുതിയാണ് അവൻ ചെയ്ത തെറ്റ് പോലും മറച്ചത്. അവൻ ചെയ്ത തെറ്റിനെല്ലാം തന്നെ അവൻ അനുഭവിച്ചു കഴിഞ്ഞു. ഇനിയും കഴിഞ്ഞുപോയ കാര്യങ്ങളുടെ പിന്നാലെ എന്തിനാണ് അവൾ പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. 5 മിനിറ്റിനകത്ത് തന്നെ അവൾ റെഡിയായി വന്നു. അപ്പോഴും ലക്ഷ്മി അവിടെ തന്നെ ഉണ്ടായിരുന്നു. നീ ഇതെങ്ങോട്ട് പോകുക? അമ്മയൊന്നും പറയില്ലല്ലോ? ഞാൻ എൻ്റെ രീതിയിൽ ഒന്ന് അന്വേഷിക്കട്ടെ. അത്രയും പറഞ്ഞവൾ പുറത്തേക്ക് പോയി. ഭഗവതി മഠത്തിൽ നിന്ന് നേരെ ഗായത്രി പോയത് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് അവൻ അവിടെയില്ല, പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് മടങ്ങിയെന്ന്. പിന്നെ ഒട്ടും തന്നെ താമസിക്കാതെ അവൾ പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് പോയി. അവിടെ ചെല്ലുമ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നു. ഡോർ ഓപ്പണായി കിടക്കുന്നത് കൊണ്ട് തന്നെ അവൾ അകത്തേക്ക് കയറി. എന്നാൽ ശിവ കുളിച്ചിട്ട് വാഷ്റൂമിൽ നിന്ന് നേരെ ഇറങ്ങി വന്നതായിരുന്നു. ഒരു നിമിഷത്തേക്ക് ശിവ ഒന്ന് ഷോക്കായി നിന്നു. നീ എന്താ ഇവിടെ? എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് നിങ്ങളോട്. എന്താ പറയാനുള്ളത്? അതിനു മുമ്പ് ഈ ബോഡി ഷോ ഒന്ന് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ. ഓ സോറി, താനിരിക്കും, ഞാനിപ്പോൾ വരാം. പോലീസ് യൂണിഫോമിൽ കയറിയപ്പോൾ മര്യാദയൊക്കെ പഠിച്ചോ? സംസാരത്തിൽ ഒരു റെസ്പെക്റ്റ് ഒക്കെ ഫീൽ ചെയ്യുന്നു. 5 മിനിറ്റിനകം തന്നെ അവൻ റെഡിയായി വന്നു. എന്തേലും കുടിക്കാൻ വേണോ? എനിക്കൊന്നും ഒന്നും വേണ്ട. അപ്പോൾ പിന്നെ വന്ന കാര്യം പറ. അച്ഛനും ഇയാളും തമ്മിലുള്ള പ്രശ്നം എന്താ? അത് നിന്റെ അച്ഛനോട് തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത്. ശിവയ്ക്ക് അറിയാമായിരുന്നു അവൾ വന്നതിന് പിന്നിൽ എന്തോ കാര്യമുണ്ടെന്ന്. പെട്ടെന്ന് അവൾ ചോദിച്ചതിന് അവൻ എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയാൻ വയ്യാതെ നിന്നു. പിന്നീട് അവളോട് സോഫ്റ്റായിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി. അവനും അതേ റേഞ്ചിൽ തന്നെ അവളോട് തിരിച്ചു പറയാൻ തുടങ്ങി. നീ എന്താ ഇത്രയും വലിയ മഹാപരാധം ഞങ്ങളുടെ ഫാമിലിയോട് ചെയ്തത്? അതെന്താണെന്നാ എനിക്ക് അറിയേണ്ടത്. അതറിഞ്ഞിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകൂ. ദേ വേഷം കെട്ടാതെ വീട്ടിൽ പോകാൻ നോക്കൂ. നീ എന്താണ് നടന്നതെന്ന് നിന്റെ നാവിൽ നിന്ന് അറിയാതെ ഞാൻ ഇവിടെ നിന്ന് എവിടേക്കും പോവില്ല. ശിവയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. മൂക്കിന്റെ തുമ്പത്താണല്ലോ അവനും ദേഷ്യവും വാശിയും. ഞാൻ എന്താ നിന്റെ ഫാമിലിയോട് ചെയ്തത് എന്നല്ലേ നിനക്കറിയേണ്ടത്? അതെ, എന്നാൽ എനിക്ക് പറയാൻ സൗകര്യമില്ല. നീ കൊണ്ടുപോയി കേസ് കൊടുക്കും. പിന്നെ ഇപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് കയറിയതേ ഉള്ളൂ. നിന്നെ കാണുന്നില്ലെന്ന് പറഞ്ഞ് നിന്റെ വീട്ടുകാർ അടുത്ത കേസും കൊണ്ടുവരുന്നതിന് മുമ്പ് നീ വീട്ടിൽ പോകാൻ നോക്ക്. ഞാൻ പോവില്ല പോവില്ല പോവില്ല. എന്റെ പരമശിവ, ഇത് വല്ലാത്ത കുരിശാണല്ലോ. ഇപ്പൊ കുരിശ് തന്നെയാ. എനിക്കറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞിട്ടേ ഞാൻ ഇവിടെ നിന്ന് എവിടേക്കും പോവും. ഇവളെ ഞാനിന്ന്. ശിവ തന്റെ മുണ്ടും മടക്കി കുത്തി സോഫയിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നപ്പോഴായിരുന്നു ദാസേട്ടാ എന്നൊരു വിളി. അതാ നോക്കുമോനെ ശിവ, മുറ്റത്ത് വേറെയും ഒരു മൈന വന്ന് നിൽക്കുന്നു. ആരാണെന്നല്ലേ? വേറെ ആര്? നന്ദു തന്നെ. ഒരു കുരിശ് പോരാഞ്ഞിട്ടാണോ ഈ കുരിശും കൂടെ? ഗായത്രി അവനെ ദേഷിച്ചെന്ന് നോക്കി. ദാസേട്ടാ. നന്ദു ഓടി വന്ന് ശിവയെ കെട്ടിപ്പിടിച്ചു കവളിൽ ഒരു മുത്തം കൊടുത്തു. ഇത് കണ്ട ഗായത്രിക്ക് എവിടെ നിന്നില്ലാത്ത കലിയും കയറി. ശിവ ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ച എന്നുള്ള മട്ടിലായിരുന്നു അവന്റെ മുഖഭാവവും. ശിവയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ നന്ദു അവനോട് പറഞ്ഞു, പിന്നെ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തതിൽ എന്റെ വക ഞാനൊന്നും തന്നില്ലെന്ന് പരാതി പറയരുതല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഈ കിസ് തന്നത്. ഗായത്രിയുടെ കണ്ണുകളിൽ അവൾ പോലും അറിയാതെ കണ്ണുനീർ തുള്ളികൾ സ്ഥാനം പിടിച്ചിരുന്നു. തുടരും. ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക്, കമന്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.